പലതരം ഇതാണ് ഭക്തനാണ്. പക്ഷേ പിന്നെ സിനിമയിലെ നമ്മളെ പഴയ ശ്രീനിവാസനുണ്ടല്ലോ, ചിലപ്പോൾ മാലയിടും പിന്നെ അഴിക്കില്ല, ചിലപ്പോൾ നിരീശ്വരവാദിയാവും പിന്നെ പോരൂല, ചിലപ്പോൾ ക്യാമറ ആയിട്ട് കിണറ്റ് ചാടാൻ പറഞ്ഞാൽ കിണറ്റ് ചാടും. ബോട്ട് മാത്രം ലക്ഷ്യം, കിണറ്റിലും ചാടും, കുളത്തിലും ചാടും, വെള്ളത്തിലും ചാടും. അത്രേ ഉള്ളൂ. തുരങ്കപാത എതിർക്കുന്നില്ല, തുരങ്കപാതയെ എതിർക്കുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ജനകീയമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടക്കാൻ പോകുന്ന 3 പദ്ധതികളെ വളരെ കൃത്യമായിട്ട് അറിയാം ആളുകൾക്ക്, നിങ്ങൾ മീഡിയക്കാർക്ക് അറിയാം. ആ പദ്ധതികളിൽ കാണിക്കുന്ന ആ ഔത്സുക്യക്കുറവ് എന്താണ്? അത് പറയാൻ ബാധ്യതയുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ വരുന്ന പദ്ധതികളെക്കുറിച്ച് മാത്രം സർക്കാർ സംസാരിച്ചാൽ പോരാ. സാധാരണ ചെലവിൽ നികുതി പണമല്ലേ ഇത്, ആ നികുതി പണം വിനിയോഗിക്കുമ്പോൾ അതിനകത്ത് ജനകീയമായിരിക്കണം, സുതാര്യമായിരിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയണത്. സുതാര്യതക്കുറവല്ല, തുരങ്കപാത എന്ന് പറയുന്ന പദ്ധതിയുടെ 10-1 പണം മതി. ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഥാർത്ഥ ചുരം ബദൽ റോഡ് തുരങ്കപാതയല്ല, അത് വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ചുരത്തിന്റെ ബദൽ റോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചിപ്പിലത്തോട് റോഡാണ്. ആ ബദൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടേ? അത് സംസാരിച്ചാൽ തുരങ്കപാതയ്ക്ക് എതിരാവുക? അത് തുരങ്കപാതയ്ക്ക് എതിരല്ല. ഒരു പാത വരുന്നുണ്ട്, എപ്പോഴാ വരുന്ന പറഞ്ഞിട്ട് അതിന് കോടികൾ DPR ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയേ ഉള്ളത്. അതിനകത്ത് DPR-ലും വലിയ രീതിയിലൊക്കെ മക്കളുണ്ട് എന്നാണോ ആരോപിക്കുന്നത്? അങ്ങനെയൊന്നും പറയണില്ല. അതൊക്കെ DPR ഡിക്ലർ ചെയ്തിട്ടില്ലല്ലോ. DPR 3 ദിവസം മുമ്പാണ് DPR അവർ പ്രഖ്യാപിച്ചത്. പിന്നെ അങ്ങനെ നമുക്കേട് പറയാം. ചെറിയ പദ്ധതികൾ മാറ്റി വെക്കുന്നതിൽ അജണ്ടയുണ്ട്, നോ ഡൗട്ട്. വലിയ പദ്ധതികൾ എടുക്കുന്നതിലും അജണ്ടയുണ്ട്. അതൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഈ ഗവൺമെന്റിന്റെ എല്ലാ വലിയ പദ്ധതികളിലും അവർക്ക് വലിയ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഊരാലുങ്കൽ അടക്കം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ ബോധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. അല്ല, സമീപ ഭാവിയിൽ നിന്നല്ല, ആ പദ്ധതി നടപ്പിലാകുന്നത് നല്ല തന്നെയാണ്. പക്ഷെ നടപ്പിലാകുമ്പോൾ ഞങ്ങൾ ജാഗ്രതയായിട്ട് ഇവിടെ ഉണ്ടാവും. അങ്ങനെ വെട്ടിപ്പിനും തട്ടിപ്പിനും പറ്റില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അഴിമതിയാണ് സംശയിക്കുന്നത്. സർക്കാരേ അഴിമതിയാണ്, അതാ സംശയം. അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ്. അത് സാധിക്കാതെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ തീർന്ന്. അതിന്റെ മുകളിലൊരു കമന്റ് ഇല്ല. ഷാജിക്ക് സാധനങ്ങൾ പറഞ്ഞ അഭിപ്രായമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഡിലേ ചെയ്തു, തങ്ങൾ പറഞ്ഞു തന്നെ, അപ്പൊ പിന്നെ കഴിഞ്ഞു. അതായത് അദ്ദേഹം പലതരം ഇതാണ് ഭക്തനാണ്. പക്ഷേ പിന്നെ സിനിമയിലെ നമ്മളെ പഴയ ശ്രീനിവാസനുണ്ടല്ലോ, ചിലപ്പോൾ മാലയിടും പിന്നെ അഴിക്കില്ല, ചിലപ്പോൾ നിരീശ്വരവാദിയാവും പിന്നെ പോരൂല, ചിലപ്പോൾ ക്യാമറ ആയിട്ട് കിണറ്റ് ചാടാൻ പറഞ്ഞാൽ കിണറ്റ് ചാടും. ബോട്ട് മാത്രം ലക്ഷ്യം, കിണറ്റിലും ചാടും, കുളത്തിലും ചാടും, വെള്ളത്തിലും ചാടും. അത്രേ ഉള്ളൂ.